ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ വീടിൻ്റെ വയറിങ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ജസ്റ്റ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ആദ്യമേ തന്നെ നമ്മൾ ബോക്സാണ്, മെറ്റൽ ബോക്സ്, അതായത് കൺസീൽ ചെയ്ത് വെക്കുന്ന ഭിത്തിയിനകത്ത് കൺസീൽ ചെയ്ത് വെക്കുന്ന മെറ്റൽ ബോക്സാണ്. ഈ മെറ്റൽ ബോക്സ് സ്റ്റെയിൻലെസ് സ്റ്റീലുണ്ട്, അല്ലാത്ത ബോക്സുകളുണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നോർമൽ ബെൻഡാണ്, 20 mm ബെൻഡ്, 25 mm ബെൻഡ്. ഇതാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നത്. 20 mm എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന ഇത് 25 mm ആണ്, അതായത് നമ്മൾ 25 mm ബെൻഡാണ് വരുന്നത്. മറ്റേതെന്ന് പറയുന്നത് 20 mm ബെൻഡ്. ഈ ബെൻഡുകളാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. 1 ഇഞ്ച് പൈപ്പുകൾ, മെയിൻ സർക്യൂട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ അടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പൈപ്പിന് കൊടുക്കുന്ന ബെൻഡുകളാണ് നമ്മുടെ 25 mm. പിന്നെ നമ്മുടെ ലീഡുകൾ ചെറിയ അത്യാവശ്യ സ്ഥലങ്ങളിലൊക്കെ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് 20 mm ബെൻഡ്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇൻസുലേഷൻ ടേപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ എവിടെയെങ്കിലും വയർ കാര്യങ്ങളൊക്കെ വലിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് 4x4 PVC ബോക്സാണ്. ഈ ബോക്സാണ് നമ്മൾ ഭിത്തിയുടെ അകത്ത് കൺസീൽ ചെയ്ത് ജംഗ്ഷനായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് എത്ര പൈപ്പ് ഉണ്ടെങ്കിലും സൈഡുകളിൽ നിന്ന് കയറ്റാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ജംഗ്ഷൻ ബോക്സ് പോലെ ഉപയോഗിക്കുന്നതാണ് 4x4 PVC ബോക്സ്, 6x4 PVC പൈപ്പ്, അത് PVC ബോക്സ്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സീലിങ്ങുകൾ, ഫാനിൻ്റെ ലീഡ് കാര്യങ്ങളൊക്കെ സീലിങ്ങൊക്കെ നേരത്തെ വലിച്ചിടുന്നതുകൊണ്ട് നമ്മൾ 1 സ്ക്വയർ വയറുകളാണ് എല്ലാ ലീഡുകളായിട്ട് ഉപയോഗിക്കുന്നത്. ബ്ലാക്ക് വയറും പിന്നെ ഏതെങ്കിലും കളറുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ബ്ലാക്ക് വയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ന്യൂട്രലായിട്ട് ഉപയോഗിക്കുന്നത്. ബാക്കി വരുന്ന ലീഡുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് പല കളറുകൾ യൂസ് ചെയ്യാം. അതെല്ലാം തന്നെ ഉപയോഗിക്കുന്നത് ലൈറ്റ് ആണെങ്കിലും ഫാൻ ആണെങ്കിലും ലീഡുകൾ നമ്മളെല്ലാം ഉപയോഗിക്കുന്നത് 1 സ്ക്വയർ വയറുകളാണ് ഉപയോഗിക്കുന്നത്. സർക്യൂട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 1.5 2.5 ഉപയോഗിക്കുന്നത്. പിന്നെ മെയിനായിട്ട് വരുന്നത് നമ്മുടെ പൈപ്പുകളാണ്. പൈപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20 വരുന്നുണ്ട്, 25 വരുന്നുണ്ട്. 25 പൈപ്പാണ് ഈ കാണുന്നത്, അതായത് കുറച്ച് വണ്ണം കൂടിയ പൈപ്പുകൾ. കുറച്ചുകൂടി ചെറിയ പൈപ്പാകുമ്പോൾ 20 പൈപ്പ്. ഇങ്ങനെയുള്ള പൈപ്പുകളാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ISA പൈപ്പ് നമുക്ക് ഉപയോഗിക്കാം, അതായത് വീടിൻ്റെ വയറിങ്ങിന് വേണമെങ്കിൽ മീഡിയം ISA ഉപയോഗിക്കാം. ഫുൾ ISA വേണമെന്ന് നിർബന്ധമില്ല, നമുക്ക് മീഡിയം ISA ആയാലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ വാർക്കയുടെ അകത്ത് കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ISA പൈപ്പ് തന്നെ ഇട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ISA പൈപ്പ് ഇട്ടില്ലെങ്കിൽ നമ്മൾ വാർക്കുന്ന സമയത്ത് പെട്ടെന്ന് ചവിട്ട് കിട്ടി പൊട്ടിപ്പോകാനും അതുപോലെ തന്നെ വൈബ്രേറ്റർ കിട്ടുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വാർക്കയുടെ അകത്ത് ഇടുന്ന സമയത്ത് ISA പൈപ്പ് ഇടുക. നമുക്ക് ഭിത്തിയുടെ ഉള്ളിലും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് മീഡിയം ISA ഇട്ടാലും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല നമുക്ക് ചിലവ് കുറച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മീഡിയം ISA വേണം നിർബന്ധമില്ല, അതിൻ്റെ ഇടയ്ക്കുള്ള പൈപ്പുകളുണ്ട്, അത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ പരിചയപ്പെട്ട മെറ്റീരിയൽസ് എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോക്സുകളാണെങ്കിലും നമ്മളിപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് നമ്മൾ വയ്ക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോക്സുകളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതായത് ഒരിക്കലും തുരുമ്പെടുക്കാത്ത ബോക്സുകൾ, അത് സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ട് വരുന്നുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ ഒറിജിനൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നുണ്ട്, ഗാൽവനൈസ് ചെയ്യാത്ത ഒറിജിനൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ നല്ല ബോക്സുകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പൈപ്പുകളാണെങ്കിലും ഇതിനേക്കാൾ ക്വാളിറ്റിയുള്ള പൈപ്പുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ വരുമാനത്തിനനുസരിച്ച്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുന്നത് നമ്മുടെ എക്സ്പെൻസിനനുസരിച്ച് നമ്മൾ എത്രയാണ് മുടക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് എല്ലാ പ്രൊഡക്ട്സുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വയറിങ്ങിന് ഉപയോഗിക്കുന്ന അത്യാവശ്യം പ്രോഡക്ട്സുകൾ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.